ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിലെ ഭിന്നത തുടരുകയാണ്. 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൈരനാമം അടക്കമുള്ളവയും നഷ്ടമായി എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. എന്നാൽ അമൂല്യ വസ്തുക്കൾ നഷ്ടമായിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ നിലപാട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പ് സുപ്രീം കോടതിയെ അറിയിക്കും. വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, എന്താണ് ഇത്തരം ഒരു ഭിന്നതയ്ക്ക് കാരണം? ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ ദുരൂഹമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ജുഷ, ശ്രീകോവിലിൽ തിരികെ വയ്ക്കേണ്ട വൈരനാമ 6 മാസമായി അങ്ങനെ തിരികെ കൊണ്ടുവച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, രാജകുടുംബവുമായി അടുപ്പമുള്ള പലരും പരിശോധനയില്ലാതെ നിർബാധം അമ്പലത്തിലേക്ക് എത്തുകയും തിരികെ പോവുകയും ചെയ്യുന്നു. ഇവർക്ക് സുരക്ഷാ പരിശോധന നടക്കുന്നില്ല. അവിടെയാണ് ഇങ്ങനെ ഈ 78 ഗ്രാം സ്വർണ്ണക്കട്ടി കാണാതാകുന്നതും വൈരനാമ ഉൾപ്പെടെ ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ കാണാതായതുമായിട്ടുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. മാത്രമല്ല, അവിടെ സ്വർണ്ണ വിളക്ക് അറ്റകുറ്റപ്പണിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും തിരികെ സ്ഥാപിച്ചത് വെള്ളിത്തട്ടുള്ള വിളക്കാണെന്ന പരാമർശം കൂടി റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. ADGP S. ശ്രീജിത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രിയുടെ കൈവശമാണുള്ളത്. ഇത് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചേക്കും സംസ്ഥാനം. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയെ അറിയിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പക്ഷേ ക്ഷേത്രം ഭരണസമിതി ഇത്തരമൊരു റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടെത്തലിനെ തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ദിവസവും അവർ ആ നിലപാട് സ്വീകരിച്ചു. ഇന്നിപ്പോൾ ഭരണസമിതി യോഗം ചേരുന്നുണ്ട്. അവർ കൈക്കൊള്ളുന്ന നിലപാട് ഇത് തെറ്റായ വിലയിരുത്തലാണ്, തെറ്റായ കാര്യങ്ങളാണ്. ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ, ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. അത് പോലീസിനെതിരെയാണ്. അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നുകൂടി നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ വിനോദ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ക്ഷേത്രം കർമ്മചാരി സംഘത്തിന്റെ പ്രതിനിധിയാണ് ബബ്ലു ശങ്കർ. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബബ്ലു ശങ്കർ, എന്തുകൊണ്ടാണ് ഇത് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്? അത് ആരാണ് അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും ഇത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതൊരു DGP സംസ്ഥാന പോലീസ് മേധാവിയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ താഴോട്ട് മറ്റു റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടാവും, സ്റ്റേറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും, കൺട്രോളിന്റെ പത്മനാഭസ്വാമി ക്ഷേത്രം കൺട്രോൾ റൂമിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെ പല വിധത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംസ്ഥാന പോലീസ് മേധാവി ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനാണോ, ക്ഷേത്രത്തിൽ മറ്റു വരുന്ന കാര്യങ്ങളെ കറക്ഷൻ ചെയ്യാനാണോ എന്ന് നമ്മൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. മുൻകാലങ്ങളിൽ പൂവട്ടക പോയപ്പോൾ ഇത് അന്ന് റേസ് ചെയ്തപ്പോ പിന്നെ പൂവട്ടക എന്താണ് ചെയ്തത്? അവിടെ റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. വർഷങ്ങളായിട്ട് ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരുന്ന, വളരെ വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇവര് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന് FIR കൊടുത്തിട്ടില്ല. പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ ആരോടും ചോദിക്കാതെ ഇതിനെ റീപ്ലേസ് ചെയ്യാണ്. ഇൻവെന്റൈസേഷൻ എടുത്ത് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന നിലവറയിൽ നിന്ന് പോയിരിക്കുന്ന സാധനത്തിന് അവർക്ക് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ തന്നെ സ്വർണ്ണ റോഡ് പോയത്, അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കിട്ടിയെന്ന് പറയുന്നു. അതിനെ ഏത് തരത്തിലാണ് ഇവരത് അതാണോ എന്ന് തീരുമാനിച്ചിട്ട് ഏത് രീതിയിലാണ് അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നത്? ഗരുഡസ്വാമിയുടെ മാല നോക്കിക്കോളൂ, അതും അതേ നിലയിലാണ്. ഇതിന്റെ കാര്യം എന്താണ്? നിവേദ്യപാത്രം പോയി. ഇത് ഓരോ സാധനങ്ങളും പോകുമ്പോൾ ഇത് ഇത് മറ്റൊരു രീതിയിൽ പരാതിയോ അല്ലെങ്കിൽ വാർത്തകളോ വരുന്ന സമയത്താണ് ഇവരിത് വരുന്നത്. ഇപ്പോ ഈ വൈരനാമത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വൈരനാമം ഇവിടെ ആരും കളവ് പോയെന്നല്ലല്ലോ പറഞ്ഞത്. വൈരനാമം കുറെ നാളുകളായിട്ട് ചാർത്തുന്നില്ല. മുൻകാലങ്ങളിൽ വലിയ അലങ്കാരത്തിൽ ചാർത്തിയിരുന്ന സാധനം കുറെ വർഷങ്ങളായിട്ട് ചാർത്താതിരിക്കുന്നതുകൊണ്ട് അത് എവിടെ പോകുന്നു? അത് മിസ്സായി പെടുന്നു. അപ്പൊ ഇത് കുറെ നാളായിട്ട് കാണാതിരിക്കുന്ന സാധനങ്ങൾ ഇപ്പൊ അവർ പറയുന്നു ഉണ്ടെന്ന്. എനിക്ക് എന്തുകൊണ്ട് ഇത് ചാർത്തുന്നില്ല? അപ്പൊ ഇത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് ക്ഷേത്ര ഭരണസമിതിക്ക് താല്പര്യമില്ലല്ലോ അന്വേഷണം നടത്താൻ, അല്ലേ? അല്ല, ഭരണസമിതിയാണല്ലോ ഇതിനകത്ത് കുറ്റക്കാരായിട്ട് പറഞ്ഞ് അവരുടെ പിടിപ്പുകേട് കൊണ്ടും അവരുടെ നീതികേട് കൊണ്ടും അല്ലെങ്കിൽ അവരുടെ അത് ശ്രദ്ധക്കുറവ് കൊണ്ടും ആണല്ലോ. അല്ലെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു കാര്യം വരുന്നെങ്കിൽ ഇതിന്റെ പേരിൽ എന്തുകൊണ്ട് FIR ഇടുന്നില്ല? അതിന്റെ പേരിൽ എന്തുകൊണ്ട് പ്രതികളാവുന്നില്ല? അത് പ്രതികൾ എന്താണ് എല്ലാ കാര്യങ്ങളും മൂടി വെക്കപ്പെടുന്നത്? പ്രതികൾ എന്തുകൊണ്ട് വരുന്നില്ല? ഇത് ഒരു അന്വേഷണം, പൂവട്ടക പോയിട്ട് ഇവിടെ അന്വേഷണം നടത്തിയോ? അല്ലെങ്കിൽ ഗരുഡസ്വാമിയുടെ ഇത് പോയപ്പോ അന്വേഷണം നടത്തിയോ? റോഡ് പോയതിന് നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു വലിയ വാർത്തയാണല്ലോ, ലോകം മുഴുവൻ കണ്ട ഒരു വാർത്തയാണല്ലോ.
ആ ഭർത്തേന്റെ കണ്ടതിന് ശേഷം ആ പ്രതികൾ ആരാണെന്ന് അത് തിരിച്ചറിഞ്ഞോ? ആ പ്രതികളെ കണ്ടെത്തിയോ? ഇത് ആരാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത്? ആരാണ് അന്വേഷണം വേണ്ടെന്ന് വെപ്പിക്കുന്നത്? ആരാണ്? നിവേദ്യപാത്രം ഒറീസയിലേക്ക് കടന്നുപോയെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ പേരിൽ ഒരു പ്രതി വന്നോ? ഇല്ലല്ലോ. അപ്പൊ ഈ വൈരനാമത്തിന്റെ കാര്യവും നമുക്കറിയില്ല എന്താണ്. അത് ഒരു അന്വേഷണത്തിന്റെ ഭാഗത്ത് കണ്ടെത്തേണ്ട കാര്യമാണ്. പിന്നെ ഇത് ഭഗവാന്റെ നിത്യമായിട്ട് അവിടെ ചാർത്തിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ചെറുതും വലുതുമായ വൈരനാമം എന്ന് പറയുന്ന ഒന്നും മാത്രമല്ല. അവിടെ അത് കൽമണ്ഡപത്തിലെ വിഗ്രഹത്തിന്റെ ആ ഗർഭഗൃഹത്തിനകത്ത് വെച്ചിരിക്കുന്ന ഭഗവാന്റെ നേരെ പുറവശത്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ചെറുതും വലുതുമായ കുറച്ച് ചെറിയ സാധനങ്ങളുമുണ്ട്, ഇത് കുറച്ച് വലുതായിട്ടുള്ളതാണ്. അപ്പൊ അത് ചാർത്താതിരുന്നപ്പോ അത് കുറെ വർഷങ്ങളായിട്ട്, അത് കുറെ മാസങ്ങളായിട്ട് ഇത് സംസാരമായി. ഇത് അതിന്റെ പേരിൽ പോലീസ് അത് കണ്ടെത്തി. അവിടുന്ന് DCP പത്മനാഭ സാക്ഷി ഒരുപക്ഷെ അന്വേഷണം വന്ന് പിന്നെ അത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് പല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബബ്ലു, എന്താണ് നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്? കർമ്മചാരി സംഘം എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും കോടതിയിലേക്ക് പോകുമല്ലോ, കോടതിയിൽ റിപ്പോർട്ട് വരുമല്ലോ. വളരെ സമ്പന്നമായ ഒരു അന്വേഷണം ഇവിടെ നടത്തിക്കൊണ്ട് ഇത് കാലാകാലങ്ങളിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് സാധനങ്ങൾ അപ്രത്യക്ഷമാകുന്നു? ചില സാധനങ്ങൾ തിരിച്ചു വരുന്നു, ചില സാധനങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഇതിനെ എല്ലാത്തിനും പുറമെ പല കാര്യങ്ങളും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടു അപ്പുറത്തും ഈ മോഷണ പരമ്പരകളും അല്ലെങ്കിൽ ഇങ്ങനെ കാണാതാവുന്നതും ഇതൊരു സ്ഥിരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരുപക്ഷെ ശബരിമലയിൽ എന്തുമാത്രം ചില കാര്യങ്ങൾ പോയി. ഇത് എത്ര വർഷമായി പത്മനാഭ സ്വാമിയെ കുറിച്ച് ഈ കഥകൾ കേട്ടോണ്ടിരിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി വളരെ ഏറ്റവും വലിയൊരു അന്വേഷണം തന്നെ ഇവിടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് കർമ്മചാരി സംഘത്തിന്റെ ആവശ്യം. ശരി, നന്ദി ശ്രീ ബബ്ലു ശങ്കർ. അദ്ദേഹം ക്ഷേത്രം കർമ്മചാരി സംഘത്തിന്റെ പ്രതിനിധിയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ കാണാതായി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടും കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൈരനാമ അടക്കമുള്ളവയും നഷ്ടമായി എന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഭരണസമിതി പക്ഷേ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പ് സുപ്രീം കോടതിയെ അറിയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.